പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല ഓർമ്മകളും അനുഭവങ്ങളുമായി ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജീവിതത്തിലെ നല്ല സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെയ്നി രാജു നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെയ്നി രാജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പനവേൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവന്, എനിക്ക് 2 മക്കളുണ്ട്. രണ്ടുപേരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മോൻ ഇപ്പോൾ കാർഗറിലാണ് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായി പനവേലിൽ താമസിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനുള്ള സാവകാശമാണ്. ബാല്യകാല മാതാപിതാക്കന്മാരെ കുറിച്ച്, വിദ്യാഭ്യാസം തുടങ്ങിയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്, ഞാൻ ബോംബെയിലാണ്. എന്നാൽ എൻ്റെ നാട് പത്തനംതിട്ട എന്ന് പറയുന്ന ആങ്ങമൂഴി എന്ന പ്രദേശത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ ബാല്യകാലം അവിടെയാണ്. ഞങ്ങൾ 9 സഹോദരങ്ങളാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചി എനിക്കൊരു വയസ്സായപ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. പിന്നെ അപ്പച്ചനാണ് ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നത്. എന്നെ വളർത്തിയത് എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങൾ 9 പേര്. ഇപ്പോൾ 2 പേര് ഈ ലോകത്തിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് എത്തി. 2 സഹോദരങ്ങൾ. ഞങ്ങൾ 4 സഹോദരന്മാരും 5 സഹോദരിമാരുമാണ് ഞങ്ങൾ ഉള്ളത്. ഞാനാണ് 9ാമത്തെ. അങ്ങനെ എൻ്റെ ബാല്യകാലം, അങ്ങനെ ബാല്യകാലത്തിലേക്ക് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയുള്ളൂ. കാരണം എൻ്റെ അപ്പച്ചന് എല്ലാവരെയും എളുപ്പമെന്ന്, ഞങ്ങൾ പെൺപിള്ളേരെ എല്ലാവരെയും 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും അമ്മയില്ലാത്തത് കൊണ്ട് എല്ലാവരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. എനിക്ക് മാത്രം എൻ്റെ കൊച്ചു സഹോദരന് അപ്പച്ചനോട് എപ്പോഴും പറയുക, 8ാം ക്ലാസ് തൊട്ട് എനിക്ക് വിവാഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഇളയ സഹോദരന് ഇപ്പോൾ ചർച്ച് ബോർഡിൻ്റെ പാസ്റ്ററാണ്. ആ കർത്തൃദാസന് എനിക്ക് വേണ്ടി എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ സഹോദരിയെ പഠിപ്പിക്കണം. അങ്ങനെ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ നേഴ്സിങ്ങിന് വിട്ടു. ആ സമയത്ത് 10ാം ക്ലാസ് വരെ മതി ANM ഒക്കെ പഠിക്കാൻ. അങ്ങനെ ANM പഠിച്ചു. ഞാൻ എൻ്റെ ബാല്യകാലം വളരെ കഷ്ടത്തിലും വേദനയിലും ഒക്കെയാണ് കടന്നുപോയത്. കാരണം എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് വളരെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. സഹോദരങ്ങളാണ് വളർത്തിയത്. അങ്ങനെ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും വേദനയിലും അമ്മയുടെ വാത്സല്യത്തിന് വേണ്ടി വളരെ താല്പര്യത്തോട് യാത്ര ചെയ്ത ഘട്ടങ്ങളൊക്കെയും വളരെ ദുഃഖകരമായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ എന്നെ ഇതുവരെ കർത്താവ് കരം പിടിച്ച് നടത്തി. അങ്ങനെ ബാല്യകാലം 1979 ഡിസംബർ മാസം 24-ാം തീയതി ഞങ്ങളുടെ നാട്ടിൽ ഒരു കൺവെൻഷൻ നടക്കുവാനിടയായി. ഞങ്ങൾ മർത്തോമാക്കാരാണ്. അപ്പോൾ ബന്ധക്കോസുകാരെ എനിക്ക് അല്പം പോലും ഇഷ്ടമല്ല. അവരുടെ പാട്ടോ അല്ലെങ്കിൽ അവരുടെ ആരാധനയോ ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാലയളവായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു ക്രൂസൈഡ് നടക്കുന്നത്. എൻ്റെ 2 ഒരു 3ാമത്തെ സഹോദരിക്ക് ഡെലിവറി കഴിഞ്ഞ് അല്പം മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പുള്ളിക്കാരിയെ റാന്നിയിൽ ഒരു മർത്തോമ വീട്ടിൽ ചത്തോങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുവാൻ അവിടെ കൊണ്ടുപോയാണ് എൻ്റെ ആ സഹോദരിക്ക് വിടുതൽ കിട്ടിയത്. അത് കാരണം എൻ്റെ അപ്പച്ചനും എൻ്റെ 2ാമത്തെ സഹോദരനും 2ാമത്തെ സഹോദരിയും കൊണ്ടാണ്, അപ്പച്ചനും കൊണ്ടാണ് എൻ്റെ ഈ സഹോദരിയെ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവന്നു. അവരെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലിരുന്നു. ദൈവം 8 മണിയായപ്പോൾ പുള്ളിക്കാരി അവിടെ കൊണ്ടുവന്നു. 10 മണിയായപ്പോൾ ദൈവം അത്ഭുത വിടുതൽ കർത്താവ് കൊടുത്തു. അപ്പോൾ അവർ തീരുമാനിച്ചു 2 പേരും. അങ്ങനെയാണ് എൻ്റെ 2ാമത്തെ സഹോദരിയും 2ാമത്തെ സഹോദരനും സ്നാനപ്പെടുവാൻ ഇടയായത്. അവിടെ അപ്പച്ചന് പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്. എന്നാൽ മർത്തോമ വിട്ട്
വെളിയിലേക്ക് വരുവാനെ കൊണ്ട് എൻ്റെ അപ്പച്ചന് ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടണം, അമ്മയില്ലാത്തതായതുകൊണ്ട് ആരും അന്നത്തെ കാലത്ത് അമ്മയില്ലാത്തത് കൊണ്ട് ആരും കെട്ടിക്കൊണ്ട് പോവുകയില്ല എന്നുള്ളൊരു ഭയം പുള്ളിയുടെ ഉള്ളിലുള്ളത് കൊണ്ട്, മാലയും കമ്മലും ഒന്നും ഇല്ലാതെ ആരും കെട്ടിക്കൊണ്ട് പോവുകയില്ല എന്നുള്ള ഒരു ധാരണ പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളെ ബന്ധക്കോസിലോട്ട് വിടാനെ കൊണ്ട് പുള്ളിക്ക് വലിയ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്. രാവിലെയും വൈകിട്ടും ഞങ്ങളെ എല്ലാവരെയും ഇരുത്തി നന്നായ രീതിയിൽ പ്രാർത്ഥിപ്പിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെങ്കിൽ സ്നാനപ്പെടുക, ബന്ധക്കോസിലോട്ട് പോവുക എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കും മാലയൊക്കെ ഇട്ട് നല്ല ലാവേശായിട്ട് ജീവിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് എനിക്ക് ബന്ധക്കോസുകാരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആങ്ങുംപിഴിക്ക് ഒരു ക്രൂസൈഡ് നടക്കുന്നു. നമ്മുടെ MI ജോസഫ് സാറാണ് അതിൻ്റെ മുളക്കര ചർച്ച ബോർഡിൻ്റെ അവിടെ നിന്നുള്ള ബൈബിൾ കോളേജിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ വന്ന് ഒരു ക്രൂസൈഡ് നമ്മുടെ ആങ്ങുംപിഴിക്ക് നടക്കുവാനിടയായി. 79 ഡിസംബർ ബുധനാഴ്ച മുതൽ അവിടെ യോഗം നടന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. എന്നാൽ എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ശനിയാഴ്ച രാത്രിയായപ്പോൾ 13 വയസ്സുള്ള ഒരു പയ്യന് അവിടെ നിന്നൊരു അവൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ 12 പേരാണ്. എൻ്റെ അപ്പൻ ഭയങ്കര മദ്യപാനിയാണ്. അങ്ങനെ അവൻ്റെ ആ സാക്ഷ്യം കേട്ട് അവനൊരു പാട്ട് പാടി, വാ നീ യേശുവിങ്കൽ വാ എൻ ഹൃദയത്തിൽ അവൻ ഇടന്ത. ഈ പാട്ട് എന്നെ വളരെ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര വനപ്രദേശമാണ്. ആനയുടെയും പന്നിയുടെയും ഒക്കെ ശല്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് സ്റ്റാൻഡിലോട്ട് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കണം. ഇടയ്ക്ക് കണ്ടമാണ്, ഒരു ചെറിയ പാതയേ ഉള്ളൂ. ഞാൻ അവിടുന്ന് എല്ലാവരും പോയി പ്രാർത്ഥനയ്ക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളത്. ഞാനൊരു ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് അവിടേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്ന് എനിക്ക് ഡയറക്റ്റ് എനിക്ക് സ്നാനപ്പെടണമെന്നും പറഞ്ഞാണ് ഞാൻ ആ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ സഹോദരന്, മൂത്ത സഹോദരൻ മദ്യപാനിയാണ്. പുള്ളിക്കാരി ആങ്ങുംപിഴിക്ക് ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ഭയമാണ് പുള്ളിയെ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സഹോദരനും പേടിയാ, എൻ്റെ സഹോദരിക്കും പേടിയാ, എന്നെ വല്ല ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞാൻ തീരുമാനിച്ചു സ്നാനപ്പെടുവാൻ, സമർപ്പിച്ചു. മാലയും കമ്മലും എല്ലാം ഊരി എൻ്റെ മൂത്ത സഹോദരി കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സ്നാനപ്പെടുവാൻ അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ നിന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് തന്നെ വിടാതിരിക്കുവാൻ എല്ലാവരും തീരുമാനിച്ചു. എന്നാലും ഞാൻ രാവിലെ റെഡിയായി. അവരെല്ലാം പള്ളിയിൽ പോയി. ഞാൻ ഈ ക്രൂസൈഡിന് വന്നു. എന്നാൽ അവിടെ നിന്ന് എൻ്റെ ഒരു വസ്ത്രമോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ ക്രൂസൈഡിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു കത്തോലിക്ക ഫാമിലിയുണ്ട്. അവരുടെ പേര് അമ്മാളെന്നാണ് ആ സഹോദരിയുടെ പേര്. ആ പുള്ളി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുക ആ പുള്ളിക്കാരി അവരുടെ വീട്ടിൽ പോയി ഓടിച്ചെന്ന് തൻ്റെ ഒരു ഡ്രസ്സും ഒരു ടവലും എടുത്തുകൊണ്ട് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് എളുപ്പം ആ കടവിലേക്ക് കൊണ്ടുതന്നു. അവിടെ ചെന്ന് എല്ലാവരും സ്നാനപ്പെടാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ ഈ ആറിൻ്റെ തീരത്ത് വലിയൊരു മണിവഞ്ചി ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് പുള്ളി വിചാരിച്ചു ഈ സ്നാനപ്പെടുന്ന MI ജോസഫ് സാറാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്നുകൊണ്ട് ചാടിയാൽ, ഞങ്ങളുടെ രണ്ടിൻ്റെയും മണ്ടയിലോട്ട് ചാടിയാൽ ഞങ്ങൾ 3 പേരും മരിക്കും എന്നുള്ള ധാരണയിൽ പുള്ളി അതിൻ്റെ മണ്ടയിൽ നിന്ന് ഞങ്ങളുടെ അവിടോട്ട് എടുത്ത് ചാടുവാനിടയായി. എന്നാൽ സ്വർഗത്തിൻ്റെ ഉദ്ദേശം ആർക്കും തെറ്റിക്കുവാൻ പറ്റാത്തത് കൊണ്ട്, കാറ്റ് മാറ്റിക്കളഞ്ഞത് കൊണ്ട് പുള്ളി വേറൊരു സൈഡിലേക്കാണ് വീണത്. ഞങ്ങൾക്ക് ആപത്തൊന്നും വന്നില്ല. ഞാൻ അപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ നാണം കേടും കൊണ്ട് എണ്ണിച്ച് ഷാപ്പിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് എണ്ണിച്ച് ഷാപ്പിലേക്ക് പോയി. എല്ലാവരും കൈകോർത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസൻ അന്നേരം പറഞ്ഞു, ഈ പൈതലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്ക്. അവിടെ 32 സ്റ്റുഡൻറ്റും ആ പാസ്റ്റർമാരും ആ കൺവെൻഷന് വന്ന എല്ലാ ആൾക്കാരും, നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ 4 കര പോലുള്ള ആൾക്കാരാണ്. ഈ പാലവും 2 നടുക്കാണ് ഈ ആങ്ങുംപിഴി ആറ്. അപ്പോൾ ഈ 4 സൈഡിലും ആൾക്കാരിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്നെ സ്നാനപ്പെടുത്തി അവിടെ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഈ പൈതലിനെ കിട്ടിയാൽ ഈ പൈതൽ അനേകരെ നേടിയെടുക്കും, എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നാൽ ഇവിടെ ആയുസ്സിന് ഭയങ്കര പ്രതികൂലമായി നിൽക്കുന്നു. 3 ദിവസത്തിനകം ഇവൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. അഥവാ കർത്താവ് ഇവളെ വിടുവിച്ചാൽ ഇവൾ ദേശത്തിനും
രാജ്യത്തിന് ഒരു വിടുതലായിരിക്കും, എല്ലാവരും കൈകോർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചു. ഞാൻ കരയിൽ കയറി ആരാധനയ്ക്ക് ചെന്നു. എല്ലാം കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ബുധനാഴ്ച രാവിലെ 10 മണിയായപ്പോൾ എൻ്റെ എന്താണെന്നറിയത്തില്ല, എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഓടി വരുക. ഏതാണ്ട് കാര്യത്തിന് ഇങ്ങനെ ഓടി വരുമ്പോൾ കിണറിൻ്റെ അവിടോട്ട് വന്നപ്പോഴത്തേന് എൻ്റെ നാക്ക് താണു പോകുന്നത് പോലെ തോന്നി. നമ്മുടെ കൈയെല്ലാം തന്നെ ഇങ്ങനെ കോച്ചി പിടിക്കുന്നത് പോലെ, അങ്ങനെ ബോഡിയെല്ലാം ഇങ്ങനെ ചുരുങ്ങുന്നത് പോലെ തോന്നി. ആരെങ്കിലും വലിച്ചു നീട്ടണം ഇങ്ങനെ. അങ്ങനെയായി റാന്നിയിൽ ഒരു ആയുർവേദ വൈദ്യശാലയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എങ്ങനെ എടുത്തുകൊണ്ട് പോയോ അതുപോലെ തന്നെ തിരിച്ചെന്നെ മടക്കി വീട്ടിൽ കൊണ്ടുവന്നു. അവർ കുറച്ച് മരുന്നും എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. എന്നാൽ യാതൊരു വിടുതലും നടന്നില്ല. എൻ്റെ സഹോദരിയും സഹോദരനും കൂടെ ഉപവസിക്കുവാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ദൈവം അത്ഭുത വിടുതൽ എനിക്ക് തന്നു. അന്ന് മുതൽ ജീവിതത്തിൽ ഭയങ്കര കഷ്ടങ്ങൾ. എല്ലാവരും പറയും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ അന്നൊക്കെ ധാരണയായിരുന്നു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കിട്ടി, സ്നാനപ്പെട്ട് കഴിഞ്ഞു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അവിടെ പ്രശ്നം തുടങ്ങുമായിരുന്നു. എന്നാൽ ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സായപ്പോൾ ഞങ്ങളെ വളർത്തുവാൻ അപ്പച്ചൻ 2ാമത് കല്യാണം കഴിച്ചു. ഈ 2ാമത് കല്യാണം കഴിച്ച ആ മാതാവ് എനിക്ക് വളരെ പ്രതികൂലമായി എൻ്റെ ജീവിതത്തിൽ നിന്നു. സകല കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അന്നത്തെ കാലം എരുമയുണ്ട്, പശുവുണ്ട്, ഇതിനെല്ലാം പോച്ച പറിക്കണം. അനവധി കാര്യങ്ങൾ എനിക്ക് തന്നിട്ട് വേണം എനിക്ക് ഉപവാസത്തിന് പോകുവാനോ പ്രാർത്ഥനയ്ക്ക് പോകുവാനോ. വളരെ ഇവിടെ എല്ലാം ഒന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിക്കും. 7 ദിവസമൊക്കെ ഇങ്ങനെ ഉപവസിക്കും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ. ദൈവം അവിടെയെല്ലാം എൻ്റെ വേദനകൾ, എൻ്റെ ഭാരങ്ങളെയെല്ലാം തരണം ചെയ്യുവാനുള്ള ദൈവിക സാന്നിധ്യം തന്നതുകൊണ്ട് അവിടെയെല്ലാം യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. എന്നെ നേഴ്സിങ്ങിന് വിടുക. നേഴ്സിങ്ങിന് വിട്ട് കഴിഞ്ഞു. അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ 1 വർഷം നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നീ 24 ദിവസത്തിനകം ഇവിടെ നിന്ന് ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു പോകും എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് സാധിക്കത്തില്ല, എൻ്റെ അപ്പച്ചൻ വിടത്തില്ല. കാരണം ഞാൻ ഇതുവരെ ചെങ്ങന്നൂർ വരെ വന്നിട്ടില്ല, ആങ്ങമൂഴിയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ വന്നിട്ടില്ല. എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം എന്നെ വിട്ടിട്ടില്ല. കാരണം എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് എന്നെ രാവിലെ കൊണ്ടുപോകും, എല്ലായിടത്തും ചേച്ചിമാരുടെയൊക്കെ വീട്ടിൽ അപ്പച്ചൻ കൊണ്ടുപോകും, എല്ലായിടത്തും കൊണ്ടുപോകും. പക്ഷെങ്കിൽ കൊണ്ടുപോയിട്ട് വൈകിട്ടാകുമ്പോൾ എന്നെ ഞാൻ ഒരു ആരുടെയും വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടില്ല. എൻ്റെ അപ്പച്ചൻ അതിന് വിടത്തില്ല. അപ്പം പിന്നെ എന്നെ ബോംബെ വിടത്തില്ലെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസായി ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോഴും എൻ്റെ 2ാമത്തെ ചേച്ചി പറഞ്ഞു, മോൻ പ്രാർത്ഥിക്ക്, ദൈവാലോചനയാണ് പറഞ്ഞത്. ചെറുപ്രായമല്ലയോ, അത്രയും അങ്ങോട്ട് ഡീപ്പായി വിശ്വസിക്കുവാനുള്ള ഒരു കരുത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആലോചന പോലെ ആ 24ാമത്തെ ദിവസം ഞാൻ ബോംബെയുടെ 1982 നവംബർ 28-ാം തീയതി ഞാൻ ബോംബെയിൽ വന്നു. അവിടെയും നമുക്ക് യോഗ്യമായ ഒന്നും ഭാഷ അറിയത്തില്ല. എന്നെ കൊണ്ടുവന്ന ആൾക്കാർ കൊണ്ടുവന്ന വ്യക്തി അവരുടെ വീട്ടിൽ എന്നെ 6 മാസം ജോലിക്ക് വേണ്ടിയിട്ടാണ്, സെർവൻ്റായിട്ട് അവരുടെ കുഞ്ഞിനെ നോക്കാനാണ് എന്നെ കൊണ്ടുവന്നത്. നമ്മളത് അറിയുന്നില്ല. അവർ പറഞ്ഞു ശാന്താക്രൂസ് മസീന ഹോസ്പിറ്റലിൽ നല്ല ജോലിയുണ്ട് എന്ന്, വന്നാൽ ഉടനെ ജോലി കിട്ടുമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. എന്നാൽ എനിക്ക് ജോലി അവിടെ കിട്ടിയില്ല. ഞാൻ 1 മാസമായി. അപ്പോൾ ഒന്നും ഫോണില്ല, ലെറ്ററാണ്. ലെറ്റർ എഴുതി അങ്ങ് ചെയ്ത് മറുപടി വന്നേലേ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും മാനസികമായി വളരെ എന്നെ ബുദ്ധിമുട്ടി. എന്നാൽ ദൈവത്തിൻ്റെ കൃപ, ദൈവമാണ് ഇവിടെ അയച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയും പതറിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള ദൈവിക സാന്നിധ്യം കൊണ്ട് ദൈവം എന്നെ നിറച്ചു. എൻ്റെ മാവിയുടെ മോന് അവിടുന്ന് നാട്ടിൽ ചെന്നിട്ട് പുള്ളി അവിടെ, എൻ്റെ സഹോദരി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കുഞ്ഞ് അവിടെ ഒരു കഷ്ടം അനുഭവിക്കുന്നുണ്ട്. പുള്ളി വന്ന് ഇറങ്ങിയ ആ നിമിഷം തന്നെ പുള്ളിക്കാരൻ തിരിച്ച് ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുവാനും അവിടെ ഞാൻ താമസിക്കുവാനും ഇടയായി. അങ്ങനെ 85-ൽ എൻ്റെ വിവാഹം നടന്നു. 85-ൽ എൻ്റെ വിവാഹം നടന്നു. എനിക്കൊരു മോളെ യഹോവ ദാനം ചെയ്തു. 88-ൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം
ഈ 8 മണിക്ക് ജോയിൻ ചെയ്താൽ 4 മണി വരെ തിയേറ്ററിലേക്ക്. അപ്പോൾ അധികം വെള്ളം കുടിയൊന്നുമില്ല. അപ്പം ആഹാരം ഞാൻ അധികം കഴിക്കാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വല്ലതും കഴിക്കത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിന് ഞാൻ മനസ്സിലാക്കിയില്ല, എൻ്റെ എൻ്റെ 2 കിഡ്നിയും ഫെയിലായി. അറിയുന്നില്ല, ഒരു കിഡ്നി ഫെയിലായിട്ടും അറിയുന്നില്ല. അത് അന്നത്തെ ആരോഗ്യത്തിൻ്റെ ആ അവസ്ഥ കൊണ്ട് അതത്ര വലിയ നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ജോലിക്ക് പോകുന്നു, അല്പമായ പനിയും നടുവിന് വേദനയും ഒക്കെ വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ രണ്ടാമത്തെ കിഡ്നിയോട് ഫെയിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാനോ എപ്പോഴും പനി അസ്വസ്ഥതയും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 കിഡ്നിയും ഫെയിലായി. അർക്കിസെൻഡാസ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ അലങ്കറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ആയിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ജെനി സിസ്റ്ററെ, ഇനിയും താങ്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യുവാൻ ഒന്നുമില്ല. എന്നാന്ന് ചോദിച്ചാൽ 100 ml മെനുട്രോൾ തന്നിട്ട് 1 ആംപ്യൂൾ ലാക്സിസ് തന്നാലും എനിക്ക് 1 cc ഒക്കെ ആയിരുന്നു യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയും വീട്ടിൽ കൊണ്ടുപോക്കൂ, യാതൊരു ഇതുമില്ല. അങ്ങനെ എന്നെ ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുചെല്ലുന്നു. നാട്ടിൽ ചെന്ന് നല്ലൊരു യാത്രയയപ്പിന് ഒരു ഉപവാസപ്രാർത്ഥന എൻ്റെ വീട്ടിൽ. അന്നൊരു എന്താ പറയുക, ദൈവം വിടിവിക്കുമെന്നുള്ള ആ ഒരു ഇതിലാണോ, വീട്ടിലൊരു ഉപവാസപ്രാർത്ഥന നടന്നു. 3 ദിവസത്തെ ഉപവാസപ്രാർത്ഥന വെച്ചു. ഉപവാസം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഭവനത്തിൽ കടന്നുപോയി. എല്ലാവരും അവരവരുടെ ഭവനത്തിൽ കടന്നുപോയതിന് ശേഷം എൻ്റെ ചേട്ടത്തിയമ്മയാണ് എന്നെ ഈ 1 വയസ്സ് മുതൽ, രണ്ടാമത്തെ ചേട്ടത്തിയാണ് ഈ 1 വയസ്സ് മുതൽ എന്നെ വളർത്തിയത്. പുള്ളിക്കാരി അപ്പോൾ ഈ മോളെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നു, ഞാനും അവിടെ ഉണ്ട്. അപ്പം എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ ഈ കർത്താവിൻ്റെ ദാസി ഈ തൻ്റെ മുറിയിൽ നിലത്ത് കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവച്ച, 1 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഈ പൈതലിനെ തന്നേച്ച് പോകുന്നു. ഇപ്പോൾ അവൾ 2.5 വയസ്സായപ്പോൾ അവിടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നേച്ച് അവൾ ഈ ലോകത്തിൽ നിന്ന് പോവുക. ഞാൻ എന്ത് തെറ്റാപ്പാ ചെയ്തേ? ഇതെൻ്റെ ആശമോൾ കേൾക്കുക. 2.5 വയസ്സുള്ള എൻ്റെ ആശമോൾ ഇത് കേട്ടിട്ട് അവൾ എളുപ്പം എന്ന് ഒരു തോർത്തെടുത്തുകൊണ്ട് തലയിലിട്ടിട്ട് ഞാൻ കിടന്ന കട്ടിലിൻ്റെ ഓപ്പോസിറ്റിലിട്ട് വന്നിരുന്നിട്ട് എന്നോട് എന്നെ ആദ്യം വന്ന് എന്നോട് ചോദിച്ചു, മമ്മി മരിച്ചോ? ഞാൻ പറഞ്ഞില്ല മക്കളെ. അപ്പോൾ ഫുള്ള് നീരായിട്ട് കണ്ണൊന്നും ഇങ്ങനെ നീര് വെച്ച് ഞാൻ ഫുൾ കട്ടിലയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ മമ്മി മരിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല മക്കളെ. അവൾ വന്ന് എന്നെ എല്ലാം നോക്കിയപ്പോൾ മരിച്ചിട്ടില്ല. സംസാരിക്കുന്നുണ്ട് ഞാൻ, മരിച്ചിട്ടില്ല, ഇങ്ങനെ നീരെല്ലാം വെച്ച് കിടക്കുക. പിന്നെ അപ്പോൾ അവൾ പറഞ്ഞു, യേശോപ്പച്ച, അമ്മച്ചിയുടെ അമ്മച്ചി യേശോപ്പച്ചൻ കൊണ്ടുപോയി. പക്ഷെങ്കിൽ എൻ്റെ മമ്മിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അന്ന് ഇവൾ അന്യഭാഷയിൽ, നമ്മൾ ഓർക്കുന്ന ഈ കൊച്ചു പിള്ളേർ നമ്മൾ ആരാധിക്കുന്ന കേട്ട് പറയുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇവൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയിലോട്ട് വന്ന് തലയിൽ കൈവച്ച് അവൾ പ്രാർത്ഥിക്കുവാനിടെ ദൈവം അത്ഭുതമെന്ന് പറയട്ടെ. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഒരു തീ എൻ്റെ നെറ്റിമേൽ ഇറങ്ങി. എൻ്റെ നെറ്റിയിൽ നിന്ന് ഈ സെല്ലിങ് എല്ലാം കാലിൽ വരെ പോയി. അതുവരെയും യൂറിൻ പാസ് ചെയ്യാത്ത ഞാൻ അരമണിക്കൂർ യൂറിൻ പാസ് ചെയ്തു. എൻ്റെ കിഡ്നി നോക്കിയായി. കർത്താവ് ഒരു സൂപ്പർ കിഡ്നി തന്ന് എന്നെ ഇതുവരെയും നിർത്തി. അത്ഭുത വിടുതൽ എൻ്റെ കർത്താവ് അന്ന് എനിക്ക് തന്നു. ഞാൻ 28ാമത്തെ ദിവസം തിരിച്ചു വന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. അങ്ങനെ അതോട് ദൈവം ഇങ്ങനെ നടന്നു. 10 വർഷം കഴിഞ്ഞ് എനിക്ക് എൻ്റെ അപ്പോസ് ഉണ്ടാകുന്നത് 95 നവംബർ 17-ാം തീയതിയാണ് എൻ്റെ കർത്തൃദാസൻ റെനിത്ത് എനിക്ക് ദൈവം തന്നത്. ദൈവം തന്നു. അവൻ 1 മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. കാരണം അപ്പോൾ എല്ലാവരും വിചാരിച്ചു എൻ്റെ കിഡ്നിക്ക് കുഴപ്പമായി. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ അവരെല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് തന്നു. എന്നെ സ്കാനൊക്കെ ചെയ്യാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ 3-ാം മാസം എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുവാനിടയായി. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കഴിയുവാനിടയായി. 7-ാം മാസത്തിൽ റെനിത്ത് അതിനെ ഞാൻ പ്രസവിക്കുവാൻ ഇടയായി. 7-ാം മാസത്തിൽ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവനെ ഒരു ഇൻക്യുബേറ്ററിൽ വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. കാരണം അവൻ 1.5 ഉണ്ടായിരുന്നു. 5-ൽ താഴെയാണെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ മതി. അപ്പോൾ ദൈവം അവിടെയും അത്ഭുതകരമായി അപ്പോൾ ഇതെന്നെ സൂക്ഷിച്ച്
അവൻ എൻ്റെ ഉദരത്തിൽ തന്നപ്പോൾ തന്നെ അനേക ദൈവദാസന്മാർ ആലോചന പറഞ്ഞു, ഇവനൊരു കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനായിരിക്കും. രാജ്യങ്ങൾ കടന്നുപോയി ദൈവത്തിൻ്റെ മഹത്വമേറിയ വേല ചെയ്യും, വാഗ്ദത്ത സന്തതിയാണ്. അങ്ങനെ എനിക്ക് വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്ത സന്തതിയാ, അതുകൊണ്ട് ഇതിനെ ഇൻക്യുബേറ്ററിലൊന്നും വെച്ച്. അപ്പോൾ അതിൻ്റെതായ ബലഹീനതകൾ കുഞ്ഞിന് പലപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി 3-3.5 വയസ്സ് വരെ ഭയങ്കര പ്രോബ്ലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു ദിവസം ഇവന് നല്ല പനി വന്നു. രാത്രിയിലൊക്കെ എപ്പോഴും ഞാൻ ഇവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഇവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർമാരല്ല എന്നോട് പറഞ്ഞു, ജെനിസിന്റെ പേടി കൊണ്ടാ, മോനോടുള്ള ഇത്ര സ്നേഹം കൊണ്ട് ഭയം കൊണ്ടുമാണ് ഈ പനി അല്ല. അവന് 106, 105 ടെമ്പറേച്ചർ ഉണ്ട്. ഞാൻ അവനെ സ്പഞ്ച് ചെയ്തു ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇവന് ഭയങ്കരമായ പനി കൂടി ഇവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞങ്ങൾ ജോലിക്ക് പോയപ്പം ആരെങ്കിലും ഇനിയും കപ്പലണ്ടിയോ വല്ലതും കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ പോയതായിരിക്കും. ഇവന് ശ്വാസം എടുക്കുവാനോ എല്ലാ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തു. എന്നിട്ട് അവനൊരു അതിനകത്തൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇവനൊരു ഞങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഇനി ഒന്നും അവിടെ ചെയ്യുവാനില്ല. വീട്ടിൽ കൊണ്ടുവന്നു. ഈ കുഞ്ഞ് ഉറങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ ഇവനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ അന്നേരം ഷാക്കിനാക്ക എന്ന് പറയുന്ന ബോംബെയിലാണ് താമസിക്കുന്നത് ആ സമയത്ത്. ഇപ്പോൾ 2005 പനവേലിൽ വരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുക. അവിടെ സെൽവാനോസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. ആ കർത്തദാസന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഒരല്പസമയം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാൻ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇവൻ്റെ പ്രാണൻ എപ്പോഴാ പോകുന്നേ അന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞൊന്നും കഴിക്കുന്നുമില്ല. ഇത് ശ്വാസം എടുക്കുവാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ലാസ്റ്റിൽ ഒരു 5 മണിയായപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവന്ന് ഒരു പായിട്ട് നിലത്തോട്ട് കിടത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് വാഗ്ദത്തം പറഞ്ഞ തലമുറയാ. ഇതിനെ എനിക്ക് തരുന്നുവെങ്കിൽ ആരോഗ്യത്തോടും ബലത്തോടും പുഷ്ടിയോടും ഓതസ്സോടും തരണം. ഇതിനെ കഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഈ നിലത്തിട്ടു. ഈ പായലോട്ട് കുഞ്ഞിനെ കിടത്തി. അതിന് ശേഷം ഈ കർത്തൃദാസനെ ഞാനങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസനെ അത്ഭുതകരമായ വിടുതൽ ഈ പൈതലിന് സ്വർഗം തന്നു. അത്ഭുതകരമായി വെടിവെച്ചു. അങ്ങനെ ഓരോ സ്റ്റെപ്പും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. 4ാം ക്ലാസ് വരെ എൻ്റെ ഒരു പ്രാർത്ഥന സഹായിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ എപ്പോഴും കർത്താവ് ഞങ്ങളുടെ അവിടെ PS കറിയ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ്, മഹിനീദാന് എൻ്റെ PS കറിയ എന്ന് പറഞ്ഞ ഒരു കർത്താവസിൻ്റെ കൂടെ വിക്രോളിലാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ കർത്തദാസൻ്റെ കൂടെ ഒപ്പം പോയി അവൻ ഫിലിപ്പിറ്റിൻ്റെ അടുത്തിരുന്ന് പാസ്റ്ററിൻ്റെ കൂടാണ് ഇരുന്ന് ആരാധിക്കുന്നത്. അങ്ങനെ അവന് ഞായറാഴ്ച അവന് ഭയങ്കര ഇഷ്ടമാണ്. ചർച്ചിൽ അങ്ങ് സന്തോഷത്തോടെ പുള്ളി ആരാധനയ്ക്കൊക്കെ എൻ്റെ വലിയൊരു സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറയാം, അമ്മയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദുഷ്ടനായവൻ എന്തുവേലും ചെയ്യും. അതുകൊണ്ട് മമ്മി പ്രാർത്ഥിക്കുമ്പോൾ മോൻ വെളിയിലെങ്ങും പോകല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഇവൻ പ്രാർത്ഥിച്ചോളും. ഒരു ദിവസം ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന കട്ടിലയിലിരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവൻ എന്നോട് പറയാ, മമ്മി, മോൻ ഇന്ന് മമ്മിയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല, മോൻ വാതിലിൻ്റെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, ഇളയ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്, മോനും ഉണ്ട്. അപ്പോൾ അവൾ കിച്ചണിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, എനിക്കിന്ന് നന്നായിട്ടൊന്നും ആരാധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വാതിലിൽ ഇങ്ങനെ അങ്ങ് അവിടെ ചാലാണ്. അപ്പോൾ വാതിലിൽ ഇങ്ങനെ ഇരുന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങി താഴെ നേരെ ഈ ഫാൻ്റെ കീഴിൽ വന്ന് അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഇച്ചിരി നേരം ഞാൻ ആരാധിച്ചപ്പം ആരാണ്ടോ എൻ്റെ ഉള്ളിൽ പറയുക, ജെനി, നീ ഇവിടെ നിന്നിച്ചു മാറ്, അല്ലെങ്കിൽ നിന്റെ തലയിൽ ഈ ഫാൻ വീഴുവെന്ന്. ഞാനന്നേരം പറയാം, ഭൂവിശ്വാസെ, വിടുതൽ കിട്ടാതെ ഞാൻ ഇവിടെ നിന്നിക്കുകയില്ല. എൻ്റെ ദൈവമാണ് എന്നെ വിടുവിക്കുന്നത്, നീ എൻ്റെ പ്രാർത്ഥന തടയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുകയും ഈ ഫാന് എൻ്റെ തലയിലോട്ട് വീഴുകയും കൂടെ ആയിരുന്നു. ആ അത്ഭുതമെന്ന് പറയട്ടെ, ഫാൻ എൻ്റെ തലയിൽ വീണു, എൻ്റെ തലയ്ക്ക് ഒരു കേടുമാണ്. അന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തൻ്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനം, ആ തൂവലിൻ്റെ കട്ടി
അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഫാൻ എൻ്റെ തലയിൽ വീണിട്ട് അത് നേരെ താഴെയോട്ട് വീണ് ഈ 2 ലീഫ് മടങ്ങിപ്പോയി. ഒരു ലീഫ് വന്ന് എൻ്റെ കയ്യിലടിച്ച് ഇവിടുന്ന് ഇത്രയും മുറിഞ്ഞു. അല്ലാതെ എൻ്റെ തലയ്ക്ക് ഒരു കേടും സ്വർഗത്തിലെ ദൈവം വരുത്തുകയില്ല. ആ ദേശം നമുക്ക് വിരോധമായി നിൽക്കുന്ന ഒരു ദേശമായിരുന്നു. ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുവാനോ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, ഒരു ക്രിസ്ത്യാനിയും ഒരു പെന്തക്കോസുകാരും. ബാക്കിയെല്ലാം ഒരു മുരുകൻ്റെ അമ്പലമാണ്. അതിൻ്റെ ലാസൻ ടൂബ്രോ എന്ന് പറയുന്ന പവയിലെ ലാസൻ ടൂബ്രോയുടെ 7 നമ്പർ ഗേറ്റിന്റെ ഓപ്പോസിറ്റിലാണ് ഈ മന്ദിരവും ഞങ്ങൾ താമസിക്കുന്നു. അവിടെ ചുറ്റും ഒരു കൊച്ചു കേരളം പോലാണ് അവിടെ ഉള്ളത്. അവിടെ ആരുമില്ല. നമുക്കൊന്ന് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവർ പറയും എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ചാലല്ലേ ശബ്ദം കേൾക്കുമല്ലോ, നൈറ്റ് ഡ്യൂട്ടിയാ, അല്ലെങ്കിൽ ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ന്യൂസ് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയൊരു പ്രോബ്ലത്തിലായിരുന്നു ഞങ്ങൾ ആ പ്രദേശത്ത് ജീവിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഈ ഫാൻ വീണതോടുകൂടി ആ ബന്ധനം സ്വർഗത്തിലെ ദൈവം അഴിച്ചു തന്നു. അന്ന് മുതൽ വീട്ടിൽ സൺഡേ സ്കൂള്, യൂത്തിൻ്റെ മീറ്റിങ്, എല്ലാ ബുധനാഴ്ചയും അഗ്നിദാനി എന്നുള്ള ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങളൊക്കെയും വന്ന് അവിടെ വിശ്രമിക്കുകയും അവിടുന്ന് അവർ ട്രാക്ട് കൊടുക്കുവാൻ പോകുകയും ഭവന സന്ദർശനമൊക്കെ ചെയ്ത് അവർ കടന്നു വന്ന് വിശ്രമിക്കുകയും അങ്ങനെ അവിടെ ഞങ്ങൾ 2004 വരെ ഞങ്ങൾക്ക് അവിടെ താമസിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഞങ്ങൾ 2005 ഞങ്ങൾ പനവേലിലേക്ക് വരുന്നത്. 2005 ഞങ്ങൾ പനവേലിലേക്ക് വന്നു. പനവേലി വന്നു കഴിഞ്ഞ് പനവേലി വന്നു. ഒരു മെയ് മാസത്തിൽ ഞങ്ങൾ പനവേലി വരുന്നു. ജൂലൈയിലാണ് 27-ാം തീയതി ഇവിടുത്തെ വെള്ളപ്പൊക്കം നടക്കുന്നത്. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ മോളും ഞാനും മാത്രമുണ്ട് ഇവിടെ. രാജൻ എന്ന ഓഫ്ഷോറിലാണ്, ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. മോനെ രാവിലെ സ്കൂളിൽ വിട്ടു, 6 മണിക്ക് സ്കൂളിൽ വിട്ടു. 1:30 ആയപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി. ഫോൺ ബന്ധായി, കറണ്ട് എല്ലാം ബന്ധായി. ഈ കുഞ്ഞ് എവിടാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾ പനവേലിലോട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് പനവേൽ അറിയത്തില്ല, ഒരു സ്റ്റേഷനിലോട്ട് പോകാൻ ഒരറിവ് ഒരു ഇതുമില്ല, ആരെയും നമുക്ക് പരിചയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം. എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ഈ കുഞ്ഞിവിടെ 5 മണി വരെ ഇവന് റിക്ഷയിൽ, ഒരു റിക്ഷക്കാരനാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് സ്കൂളിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നത്. ആ റിക്ഷക്കാരൻ്റെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കറിയില്ല ഈ കുഞ്ഞ് എവിടാണെന്ന്. അയാളെ വിളിച്ചിട്ട് അയാൾ പറയുന്നു, എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞ്. അപ്പോൾ 5 മണി വരെ ഇവൻ സുരക്ഷിതനാണ്. 5 മണി കഴിഞ്ഞ് ഇവൻ എവിടാണെന്ന് നമുക്കൊരു അറിവുമില്ല. ഞാനും മോള് വരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ നിറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരെ വെള്ളം കയറാൻ തുടങ്ങി. അത്രയും വെള്ളമായി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്കാരെല്ലാം വന്ന് ടെറസിൻ്റെ മണ്ടയിലും ഓരോരുത്തരുടെയും വീട്ടിൽ അഭയം തേടുക. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാനും മോളും കരയുക. രാത്രി 3:30 വരെ ഞങ്ങളുടെ പുറകിലുള്ള ഒരു ചാല് മുഴുവൻ 5 കുടുംബം ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അവരുടെ രാത്രിയിൽ പട്ടികളുടെയും പ്രാണവേദനയുടെ അലയും ജനത്തിൻ്റെ വിളിച്ചുകൂകലും കേട്ട് ഞാനും മോളും കുടയുമായിട്ട് ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കുക. എനിക്ക് 3:30 ആയപ്പോൾ വെള്ളം, ഈ വെള്ളം മുഴുവൻ ഭൂമിയുടെ അടിയിലോട്ട് പോകുന്ന വലിയൊരു ശബ്ദം കേട്ടപ്പോൾ ആശ എന്നോട് പറയുക, മമ്മി, വെള്ളം നമ്മളെ മുക്കിക്കളയില്ല, അഗ്നി നമ്മളെ ദഹിപ്പിച്ച് കളയുകയില്ല, നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ട്, നമുക്ക് നാളെ കിട്ടും, മമ്മി ഒന്നും ഭാരപ്പെടണ്ട, അവൻ വാഗ്ദത്ത സന്തതിയല്ലേ, മമ്മി എന്തിനാ ഭാരപ്പെടുന്നത്, അവളെന്നെ ഉറപ്പിക്കുക. ഈ വെള്ളം ശരിക്കും ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഈ സിടിയയിലെല്ലാം ചള്ള കയറി നിറഞ്ഞിരിക്കുക. ഞാനും മോളും കൂടെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്ത് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സിടിയയിലെ എല്ലാം ചള്ള താഴെയാക്കി. 6 മണി ആയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോൻ എങ്ങും പോകരുത്, മോൻ ഇതിനകത്ത് തന്നെ ഇരുന്നോണം, മമ്മി അപ്പൂസിനെയും കൊണ്ട് വരുന്നിടം വരെ, അഥവാ ഇനി വന്നില്ലെങ്കിൽ തന്നെ മോൻ ഇതിനകത്ത് നിന്ന് എങ്ങോട്ടും പോകല്ല, അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 6 മണി ആയപ്പോൾ സുക്കാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. അനേകരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിക്ഷക്കാരൻ പറഞ്ഞു, ഞാൻ കണ്ട, അപ്പോൾ ഈ മോൻ്റെ ഫ്രണ്ടിലെ 2 പല്ല് ഇല്ലായിരുന്നു. അപ്പോൾ 2 പല്ലില്ലാത്ത ഒരു കുഞ്ഞാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അവനെയും കൊണ്ട് 5 മണി വരെ ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
ഞാൻ ആ റോഡിൽ തന്നെ അവിടെ നിൽക്കുക. ഈ റിക്ഷക്കാരൻ്റെ നമ്പരും അയാളുടെ ഫോൺ നമ്പറുമായിട്ട് ഒരു പേപ്പറിൽ എഴുതി അതും കൈ പിടിച്ചുകൊണ്ട് സുഖാപൂർ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ചള്ളകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കും. 11:30 ആയപ്പോൾ ചർച്ച് ബോർഡിലെ ഒരു പാസ്റ്റർ, ഷൗമേൽ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ദേവദാസന് ആ സ്കൂളിൻ്റെ റെയിൻ ഇൻ്റർനാഷണലിൻ്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിലാണ് ആ കർത്തൃദാസൻ. അന്ന് ഞങ്ങൾ വന്നപ്പം ഒരു 9 മാസം ചർച്ച് ബോർഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ അപ്പം ഈ റിക്ഷക്കാരൻ അവനോട് ചോദിച്ചു, പിന്നെ മോൻ്റെ ആരേലും ഇവിടെ സ്കൂളിനടുത്തുണ്ടോ? അന്നേരം ഇവൻ എളുപ്പമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പാർശ്വങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാർശ്വങ്ങൾ, ഇവനെ അവിടെ സുരക്ഷിതമായി പാർശ്വങ്ങൾ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഫോണില്ല. കുഞ്ഞിനെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാനെ കൊണ്ട് പുള്ളിക്ക് വന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളവും ചള്ളയും കൊണ്ട്. അങ്ങനെ ഇവൻ സുരക്ഷിതനായി അവിടെ ഉണ്ട്. പക്ഷേ ഇവൻ ഞങ്ങളെ കാണാത്തത് കൊണ്ട് അവനൊന്നും കഴിക്കുവോ ഒന്നും ചെയ്തില്ല. അവരുടെ മോൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് കർത്താവിൻ്റെ ദാസനുമുണ്ട്. അവൻ്റെ ഡ്രസ്സൊക്കെ ഇവന് കൊടുത്തിട്ട് അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എൻ്റെ മമ്മിയെയും ചേച്ചിയെയും കാണാതെ എനിക്കൊന്നും വേണ്ട. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ മമ്മിയെയും ചേച്ചിയെ എനിക്ക് കാണണം. അവൻ എന്നെക്കാട്ടിൽ ജീവനാ അവൻ്റെ ചേച്ചിയെ. അപ്പോൾ എൻ്റെ ചേച്ചിയെയും മമ്മിയെയും കാണാതെ എനിക്കൊന്നും വേണ്ടെന്ന് അവരുടെ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല. അങ്ങനെ 11:30 ആയപ്പോൾ ഈ കർത്തൃദാസന് അകലേന്ന് ബൈക്കേൽ ഇവനെ കൊണ്ടുവരിക. ഇവനൊരു കുറച്ച് എന്നെ കാണാമെന്ന ആ ദൂരം അവിടുന്ന് ഇവന് ആ ബൈക്കേൽ എണ്ണിച്ച് നിന്നിട്ട് മമ്മിയേന്ന് വിളിച്ചുകൊണ്ട് വരിക. ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി. അങ്ങനെ വലിയ ആപത്തുകളിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി അവനെ വിടുവിച്ച് കൊണ്ടുവന്നു. അങ്ങനെ 5ാം ക്ലാസ് ആകുന്നു. 5ാം ക്ലാസ്സിൽ എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് ടേമിൽ തന്നെ അവൻ്റെ IQ 2 വർഷം ബാഗിലോട്ട് പോയി. ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിന് നല്ല മാർക്കുണ്ടായിരുന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എൻ്റെ കുഞ്ഞിന് 3 മാർക്ക് 2 മാർക്ക് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എളുപ്പമെന്ന് ടീച്ചർ എന്നെ വിളിച്ചു. അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് ചോദിച്ചു, പെണ്ണിത്തിന് എന്തു പറ്റി, പെണ്ണിത്തിന് എന്താണ് കുഴപ്പം, അവന് വീട്ടിൽ നിങ്ങൾ ആരും സ്നേഹിക്കുന്നില്ലയോ, കുഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഡൗൺ ആകാൻ കാരണം എന്താണ് എന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇതിന് കാരണമെന്ന്. കർത്തൃദാസനെ, എൻ്റെ അവിടെ കർത്താവിൻ്റെ വാഗ്ദത്തം തന്ന എൻ്റെ തലമുറ എന്താ സംഭവിക്കുന്നത് എന്നുള്ള വളരെ ഭാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ അനേക ഡോക്ടർമാരെ കാണുവാനിടയായി. അവരൊക്കെ പറഞ്ഞു, ഇനിയും ജെനി സിസ്റ്ററെ, ഈ കുഞ്ഞ് അഥവാ മാക്സിമം പഠിച്ചാൽ 7th സ്റ്റാൻഡേർഡ് വരെ പഠിക്കത്തുള്ളൂ. കാരണം ഇവൻ ഈ വളർച്ചയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവൻ നല്ലതായിട്ട് പുഷ്ടിയോടിരിക്കും. അതുകൊണ്ട് ഇവന് നാണം കേട് കൊണ്ട് അഥവാ തോറ്റാലും ഇനിയും ഇവൻ പഠിക്കാൻ പോകുന്നില്ല. പിന്നെ അവൻ ഇഷ്ടമുള്ള, ഇവൻ നല്ലപോലെ ഡ്രം അടിക്കും, കീബോർഡ് വായിക്കും, അല്ല ഇൻസ്ട്രുമെൻ്റ് എല്ലാം നല്ലപോലെ കൈകാര്യം ചെയ്യും. അപ്പം പപ്പ അവൻ്റെ ആർഗം വെൽഡറാ. അപ്പോൾ അതുകൊണ്ട് ഒന്നീ പപ്പായുടെ ജോലി അവനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള, അവൻ എന്താണോ ഇഷ്ടം അതവനെ വിട്ടേര്, അല്ലാതെ ഇവനെ പഠിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവം എൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ പറഞ്ഞില്ലേ, ഇവനൊരു കർത്തൃദാസനാകും, ഇവൻ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ ഇവൻ കടന്നു പോകും, ദൈവത്തിൻ്റെ മഹത്വമേറിയ വേല ചെയ്യും. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുഞ്ഞിന് രാജ്യങ്ങളിൽ പോകാൻ ഭാഷ അറിയണ്ടേ? അപ്പം ഞാൻ ദൈവത്തോട് അന്നേരം പറഞ്ഞു, കർത്താവേ, ഒരു ദൈവദാസന് വേണ്ടിയ ക്വാളിറ്റി, അവന് വേണ്ടിയ വിദ്യാഭ്യാസം അല്ല, ഒരു മന്ദബുദ്ധി അല്ല ദൈവത്തിന് കൊടുക്കണ്ടേ. എല്ലാ കാര്യത്തിലും അവൻ സ്ട്രോങ് ആയ ഒരു കുഞ്ഞിനെ എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. കർത്താവ് എനിക്ക് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ. എൻ്റെ അങ്ങനെ ഇവൻ്റെ സ്പെല്ലിംഗ് എല്ലാം ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ഓരോ എഴുതുന്നത് അങ്ങനെ അവൻ പഠിക്കും. ഓറൽ നമ്മൾ ചോദിക്കുന്നത് ഫുള്ള് 100ന് 100 മാർക്കാണ്. പക്ഷേ റൈറ്റിംഗ് വരുമ്പോഴത്തേനും കുഞ്ഞ് മുഴുവൻ മറന്നു പോവുക, സ്പെല്ലിങ് ജമ്പ് ചെയ്യുന്നു, അവന് ഓർമ്മക്കുറവ്. നമ്മൾ സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിട്ടാലും ബുക്കുകൾ കൊടുത്തു വിട്ടാലും അവൻ പറയും, മമ്മി എനിക്ക് ടിഫിൻ തന്നു വിട്ടില്ല, ബാഗിലുണ്ട്. കുഞ്ഞ് മറന്നു പോവുക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഇവനെ കൗൺസിലിംഗ് ചെയ്യുവാൻ ഞങ്ങൾ അനേകയിടത്ത് കൊണ്ടുപോയി. ലാസ്റ്റിൽ ദൃഷ്ടി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റല് അന്തേരിയിലുണ്ട്. ദേവദാസനെ ഞങ്ങൾ അവനെയും കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഇവനേ ഉള്ളൊരു നോർമൽ കുഞ്ഞ്, ബാക്കി എല്ലാം മന്ദബുദ്ധികൾ. നമുക്ക് കണ്ടാൽ നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ അവിടോട്ട് ചെന്ന്
രാവിലെ 3 ദിവസത്തെ കൗൺസിലിങ്, 3 ദിവസം ഞങ്ങൾ അവിടെ താമസിക്കണം. അപ്പൊ രാവിലെ 9 മണിയാവുമ്പോൾ അവിടെ തുടങ്ങും. 9 തൊട്ട് 5 വരെ ഈ കുഞ്ഞിനെ അവര് കഴിക്കും. 5 മണിയാവുമ്പോഴേ അവനെ അകത്ത് വിട്ടാൽ പിന്നെ 5 മണിയാവുമ്പോഴേ പുറത്ത് വിടത്തുള്ളൂ. ഈ 3 ദിവസത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് അവര് ലാസ്റ്റിൽ പറയുന്നത്, ഇവന് സ്കൂളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെക്കാട്ടിലും അരമണിക്കൂർ കൂടുതൽ അവരൊരു സർട്ടിഫിക്കറ്റ്, ഒരു കാർഡ് തന്നു. അരമണിക്കൂർ അവന് എക്സാമിന് ടൈം എല്ലാവരെക്കാട്ടിലും കൂടുതൽ എല്ലാവരും എത്രത്തോളം പഠിക്കുന്നു അന്ന് വരെയും അവന് കിട്ടിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവലാക്കിയ ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അവനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവിടം തൊട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ 9ാം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലും തോക്കാതെ 9ാം ക്ലാസ് വരെ റെയിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നമ്മുടെ പനവേൽ കാന്താ കോളനിയിൽ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവൻ അനുവദിച്ചു. 9ാം ക്ലാസ്സിൽ വന്ന് അവന് ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ മാത്സിന് 1 മാർക്കിന് എൻ്റെ കുഞ്ഞ് തോറ്റുപോയി. ഇവന് എൻ്റെ ആങ്ങളയുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവർ നാട്ടിൽ പോയി. അവരങ്ങ് കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെ പോകാമെന്നും പറഞ്ഞ് ഞാനും എൻ്റെ അച്ഛനും പിന്നെ പോകാം, മോനെ ആദ്യം അവർ പോയപ്പോൾ അവധിയാണല്ലോ, അവനെ നാട്ടിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയേക്കുക. അവിടെ ഞാൻ ജോലി ചെയ്തു. ഞാനൊരു HIV ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുക. ലാസർ മരിച്ചു, നാറ്റം വെച്ചു, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നിന്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ ഓർത്ത് ഇനി ഏത് വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ട് ഞാൻ മെഡിസിൻ എല്ലാം OPD എല്ലാം കഴിഞ്ഞു. ഞാൻ ഫയൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണ് എല്ലാം അതിങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഫയലെല്ലാം ഇങ്ങനെ കമത്തി വെച്ച് ചൂര് വേണ്ടിയിട്ട് ഞാൻ ഫയലിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതെന്താണ്, എന്തുവാ വിഷയം, ഏത് വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദൈവം ഇതെനിക്ക് മാനേജ് ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് 1 മിനിറ്റ് കരഞ്ഞേച്ച് ഞാൻ ഫയൽ എൻ്റെ ജോലി ചെയ്യാം. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജെനി സിസ്റ്ററെ മോന് തിരിച്ചു കൊണ്ടുവന്ന് അവന് എക്സാം തിങ്കളാഴ്ച ഉണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, മാഡം അവൻ നാട്ടിൽ പോയല്ലോ, അവന് എളുപ്പമൊന്ന് തിരിച്ചു വരുത്താൻ പറഞ്ഞു. ശനിയാഴ്ച അവന് ട്രെയിനിൽ തന്നെ, ഈ വയ്യാത്ത കുഞ്ഞിന് തന്നെ ട്രെയിനിൽ അവൻ തിരിച്ചു വരേണ്ടി വന്നു. ഞങ്ങൾ ഇവിടെ വരെയും ഇങ്ങനെ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഞങ്ങളിരുന്നു. ഇവിടെ വന്നു തിങ്കളാഴ്ച എക്സാം കുഞ്ഞെഴുതി. പക്ഷേ 5 ദിവസം ഓരോ 5 പ്രാവശ്യം അവന് എക്സാം എഴുതി 5 പ്രാവശ്യവും തോറ്റുപോയി. 5 പ്രാവശ്യവും തോറ്റുപോയി. അത് കഴിഞ്ഞ് രാജാന് വലിയ ആഗ്രഹം അവനെ അവിടുന്ന് തന്നെ പിന്നെ റെയിനിൽ തന്നെ 10ാം ക്ലാസ് പാസ്സാക്കി വെളിയിൽ എടുക്കണം എന്ന് വളരെ ആഗ്രഹം. പക്ഷെങ്കിൽ അവർക്ക് അവിടെ ഇവന് 9ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട. അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നോട് വന്ന് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുക, അമ്മയ്ക്ക് പിന്നെ റെനിത്തിനെയാണോ വേണ്ടിയത്, റെയിൻ ഇൻ്റർനാഷണലിൽ പഠിപ്പിക്കാനാണോ അമ്മയ്ക്ക് ഇഷ്ടം? ഞാൻ പറഞ്ഞു എനിക്ക് മോനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജെനി സിസ്റ്റർ പേടിക്കണ്ട, നമുക്ക് 18ാം ഫോം പൂരിപ്പിച്ചിട്ട് നമുക്ക് ഇവനെ പ്രൈവറ്റ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേക്കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനു വേണ്ടി തിരക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയും ഞങ്ങൾ വളരെ പ്രതികൂലം അനുഭവിച്ചു. ഇവിടുന്ന് അലിബാഗിൽ പോകണമെങ്കിൽ 2-2.5 മണിക്കൂർ വേണം. പനവേലിയിൽ നിന്ന് അലിബാഗിന് പോകണമെങ്കിൽ. അവിടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഓഫീസ്. അപ്പം ഈ റെയിനിൽ നിന്ന് സ്റ്റേറ്റ് ബോർഡിലോട്ട് ട്രെയിൻകാർ അങ്ങനെ പ്രൈവറ്റ് പഠിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് സ്റ്റേറ്റ് ബോർഡിൽ വരണം. സ്റ്റേറ്റ് ബോർഡിൽ വരണമെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെ സൈൻ വേണം കുഞ്ഞിന് അവിടുന്ന് അവൻ്റെ TC കിട്ടണമെങ്കിൽ. ഞങ്ങൾ അവിടെ പോയി, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങളുടെ പാസ്റ്ററും എൻ്റെ 3ാമത്തെ സഹോദരൻ്റെ മോന് അവനും ഞാനും കൂടെ ഇവിടുന്ന് എൻ്റെ കൂടെ ഔട്ട്റീച്ചറിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററും ഉണ്ട്. പുള്ളിക്കാരി ഞങ്ങൾ ഇത്രയും പേര് അലിബാഗിന് പോയി. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് എല്ലാം സൈൻ ചെയ്ത് കിട്ടി. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അവനെ 10ാം ക്ലാസ്സിൽ പിന്നെ പ്രൈവറ്റ് എഴുതിപ്പിച്ചു.
നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സ്വർഗത്തിലെ ദൈവം അവൻ്റെ വയസ്സ് നഷ്ടപ്പെടാതെ അവനവിടെ തോറ്റുവെങ്കിലും ജീവിപ്പിച്ച ഒരു കർത്താവ്. ദൈവം നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, മാറ്റം വരാത്ത വാഗ്ദത്ത വചനം നമുക്ക് തന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനും മാറ്റിക്കളയുവാൻ, അല്പം നിന്നയും കഷ്ടവും വേദനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ സ്ട്രോങ് ആയി നിർത്തുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ നിർത്തി അവൻ അത്ഭുതകരമായി 10ാം ക്ലാസ് പാസ്സായി 11ലേക്ക് കയറി. 11 അഡ്മിഷന് പോവുക. രാജ്യാൻ ഇവിടെ ഇല്ല, പൈതലും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ റൂമിൻ്റെ താഴെ താമസിക്കുന്ന ഒരു കുഞ്ഞ്, ഇവന് ഭയങ്കര കാര്യമാണ്. അവൾ ഓൺലൈനിലെല്ലാം അഡ്മിഷൻ എടുക്കുവാൻ എല്ലാം സഹായിച്ചു. അവളും കൂടെ അതെല്ലാം ചെയ്തു. അങ്ങനെ ഇവന് ICL കോളേജിൽ വാശിയിൽ അഡ്മിഷന് വേണ്ടി പോവുക. അപ്പോൾ ഇവന് എന്നോട് പറഞ്ഞിട്ട് പോയ ഒരു കാര്യമുണ്ട്. എല്ലാവരുടെയും പപ്പായും മമ്മിയായി പിള്ളേരെ അഡ്മിഷന് കൊണ്ടുപോകുന്നു. ഞാൻ തന്നെ വേണമല്ലോ മമ്മ പോകേണ്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മമ്മി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുപ്പച്ചൻ അവിടെ മോന് ബലവും തക്ക സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും. മമ്മി ഈ വഴിയെ ഇത്രയും കറക്റ്റ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മമ്മി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവന് അവിടെ പോയി. എല്ലാ പിള്ളേരെയും ലൈനിൽ നിന്നൊരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയല്ലേ. അവിടെ ഓഫീസിൽ കയറാതെ തന്നെ ലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു പൈസയും ചെലവില്ലാതെ അങ്ങാണ്ട് 1125 രൂപ കൊടുത്ത് ആ ഫീസ് അടച്ച് അവന് അവിടെ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സഹായിച്ചു. 11ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഇവന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, ബൈക്ക് ആക്സിഡൻറ്റ്. ഞങ്ങൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതം എന്ന് പറയാൻ, ഞാനിവനെ ഒരു സഭായോഗം ഉപേക്ഷിപ്പിക്കുകയോ ഒരു കോട്ടേജ് മീറ്റ് ഉപേക്ഷിപ്പിക്കുകയോ അവൻ്റെ പഠിത്തം ആണ് മെയിനെന്നും പറഞ്ഞ് ഞാൻ അവനെ വെച്ചിട്ടില്ല. അവൻ്റെ മെയിൻ നമ്മുടെ പ്രാർത്ഥനയാണ്. ഒരു ഉപവാസ പ്രാർത്ഥന മുടക്കാതെ, ഒരു കോട്ടേജ് മീറ്റ് മുടക്കാതെ എന്നോടൊപ്പം ഇവൻ എന്നും പ്രാർത്ഥനയിൽ വരും. അപ്പോൾ പരീക്ഷയായാലും പരീക്ഷയില്ലെങ്കിലും അവൻ ഉപവാസ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഒന്നും മുടക്കാൻ അവൻ 21 ദിവസമൊക്കെ അവന് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഉപവസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആക്സിഡന്റ് സമയത്ത് ഞങ്ങളുടെ ഉപവാസം നടക്കുക ഞങ്ങളുടെ ചർച്ചിൽ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു, എല്ലാം റെഡി ആക്കി ഞാൻ പോകാനൊക്കെ കൊണ്ടപ്പോൾ എന്നെ ഇവന് ബൈക്കിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, എനിക്ക് ഒത്തിരി നോട്ട് എഴുതാനുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അവിടെ പോയി നോട്ട് ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, മമ്മി ഇന്ന് പൊക്കോ ഇന്ന്. ഞാനും അന്നേരം 1 മിനിറ്റത്തേക്കിന് വേണ്ട മോനെ എന്ന് പറഞ്ഞു. ഇനി ഇല്ല, ഞാൻ ഇന്ന് അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പ്രാർത്ഥന സ്ഥലത്ത് വിട്ടിട്ട് ഇവനെ ബുക്ക് മേടിക്കാൻ പോയി. പക്ഷേ അന്ന് ഒരു സുക്കാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. 2 വണ്ടി, ഒരു ബൈക്ക്, 3 എണ്ണത്തെ ഇവന് ഇടിച്ചിട്ട് ഇവൻ ഒരിടത്ത് പോയി കിടന്നു, ബൈക്ക് ഒരിടത്ത് പോയി കിടന്നു. പക്ഷേ ഇവൻ്റെ ഒരു ദേഹത്തെ ഒരു മുടിക്ക് പോലും കർത്താവ് കേടുവരുത്തിയില്ല. പക്ഷെ ഇടിച്ച ഒരു ചെറുക്കന് ആപത്ത് വന്നു. അവൻ്റെ ബ്ലഡൊക്കെ, അവൻ്റെ ബൈക്കൊക്കെ പ്രോബ്ലം വന്നു. നല്ല ദേവദാസനും എല്ലാവരും കൂടെ പോയി. അന്ന് ലൈസൻസ് ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് ഒരു കേടും കൂടാതെ അവിടെയും ദൈവം ആപത്തിൽ നിന്നൊക്കെ വെടിവെച്ച് ദൈവം വലിയ അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ ചെയ്ത് അന്ന് അവൻ തീരുമാനിച്ചു. അവൻ എണ്ണിച്ചെന്ന് സാക്ഷി പറഞ്ഞു, എൻ്റെ സമയം കളയുവാൻ എനിക്കില്ല. 12 പാസ്സായാലുടനെ ഞാൻ മണക്കാലയിൽ പോയി. അവൻ തന്നെ തീരുമാനിച്ചതാണ്, ഞാൻ മണക്കാലയിൽ പോയി ബൈബിൾ കോളേജിൽ പഠിക്കുമെന്ന്. 12 കഴിഞ്ഞു. അവൻ മണക്കാലയിൽ ബൈബിൾ കോളേജിൽ പോയി. 2014 അവൻ മണക്കാലയിൽ ജോയിൻ ചെയ്തു. ഞാൻ അന്ന് വിചാരിച്ചത് എന്താണെന്നറിയാമോ? അതുവരെയും 2006 മുതൽ ഞാൻ എല്ലാ ഫെബ്രുവരിയിലും എൻ്റെ കുഞ്ഞിനെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ യൂത്തിനും വേണ്ടി ഞാൻ ഉപവസിക്കുമായിരുന്നു. ശനിയാഴ്ച ഉപവസിക്കും, അതല്ല ഫെബ്രുവരിയിൽ ഫുൾ മാസം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ എക്സാം, അവരുടെ കാലാവസ്ഥയിൽ അവരെ വിടുവിക്കാൻ, അവരുടെ അഭിഷേകം പ്രാപിക്കുവാനുള്ളവർ, സ്നാനപ്പെടുവാനുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ദൈവം വലിയ ചെയ്തു. അവന് അത്ഭുതകരമായി 12ാം ക്ലാസ് പാസ്സായി. അവിടുന്ന് നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡും മേടിച്ചുകൊണ്ടാണ് അവൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നമ്മുടെ ദൈവം എന്നെ ഈ ഉപവസിച്ചപ്പോൾ 2006 എന്നോട് ഉപവസിച്ചപ്പോൾ ദൈവത്തിൻ്റെ, നമ്മൾ പല പ്രാവശ്യം 19ാം സങ്കീർത്തനം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ
എന്നെ ടച്ച് ചെയ്ത, ഞാൻ വേദനയോടിരുന്ന് കരഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച ഒരു വചനമുണ്ട്. അവൻ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും, അവൻ്റെ അസ്ഥികൾക്ക് തണുപ്പ് കൊടുക്കും. ഞാൻ അത് വെച്ചുകൊണ്ടാണ് ദേവദാസിനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ ദൈവം ആ പ്രാർത്ഥന, നമ്മളെല്ലാം അനേകര് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ നിമിത്തം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിച്ചു. മണക്കാലയിലേക്ക് പഠിക്കുവാൻ പോയി. ഞാൻ ഓർത്ത് അവിടെ ഇനി കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, ഇത്രയും ദിവസം മമ്മി ഉപവസിച്ചു, ഇനിയും മോൻ താനെ ഉപവസിച്ചാൽ മതി. അപ്പോൾ ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അമ്മ ഇതുവരെ ഉപവസിച്ചതെല്ലാം വ്യർത്ഥമാണ്, ഇനി ആ മമ്മി എനിക്ക് വേണ്ടി ഉപവസിക്കണ്ടേ. ഞാൻ ബൈബിൾ കോളേജിലോട്ട് പോയി. എനിക്ക് അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്നാന്ന് ചോദിച്ചാൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിലേക്കാണല്ലോ അവൻ പോകുന്നത്. ഇനി അവിടെ ഒരു ദുഷ്ടപ്രാണി അടുക്കുകയില്ലെന്നുള്ള ഒരു വലിയ പ്രത്യാശ എൻ്റെ ഹൃദയത്തിലാണ്. പക്ഷേ അവിടോട്ട് പോയപ്പോൾ പരിശോധനകൾ ഇതിനെക്കാട്ടിൽ കടന്നു വന്നു. എന്നാൽ അവിടെയും ഈ 5 വർഷം അതിശയരമായി ഈ വളരെ പ്രതികൂലങ്ങൾ അനുഭവിച്ചു. പല പ്രാവശ്യവും മടങ്ങി വരത്തക്കവണ്ണമുള്ള പ്രതികൂലങ്ങൾ അവന് അനുഭവിക്കുവാനിടയായി. എന്നാൽ അതെല്ലാം ഓവർകം ചെയ്ത് ഗ്രാജുവേറ്റായി അവിടുന്ന് വരുവാനും എൻ്റെ ആശയായിരുന്നു, ഗ്രാജുവേറ്റ് കഴിഞ്ഞിറങ്ങുന്ന ആ മെയ്യിൽ തന്നെ ഇവൻ്റെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ബൈബിൾ കോളേജിലോട്ട് പോയപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കർത്താവെ, ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ സ്വർഗത്തിലെ ദൈവം അവന് കൊടുക്കണമെന്ന്. ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അനേക ദൈവദാസന്മാരോട് പറയാൻ തുടങ്ങി, നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുവാനും അതിനോടൊപ്പം എനിക്ക് തക്കതായ ഒരു പൈതലിനെ കാണുവാണെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് പറയുവാനും ഞാൻ അറിയുന്നവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, 26 വയസ്സ് വരെ കല്യാണം ആലോചിക്കുകയേ വേണ്ട, അതുവരെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അതുപോലെ തന്നെ 26 വയസ്സായപ്പോൾ ഞങ്ങൾ ഞാനും മോനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനു മുമ്പ് പ്രാർത്ഥിച്ചു, കണ്ടിന്യൂ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ഉപവസിക്കുവാൻ തുടങ്ങി. ഉപവസത്തിൻ്റെ 4-ാമത്തെ ദിവസം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉത്തമമായ ഒരു പൈതലിനെ കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിൻ്റെ മധ്യത്തിലും അനവധി പ്രതികൂലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. എങ്കിലും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവൻ്റെ കാര്യം കർത്താവ് അതിഭദ്രമായി ശ്രേഷ്ഠമായി കർത്താവ് നടത്തി. ദൈവത്തിൻ്റെ ആ പൊന്നുകരം അവനെ ഇന്നുവരെയും താങ്ങി നടത്തുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുവാവയും തന്ന് സന്തോഷമായി കർത്താവിൻ്റെ വേല പൈതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്നു. അങ്ങനെ 2018 ഞങ്ങൾക്ക് പിന്നെയും ദൈവം എന്നെ ദർശനം കാണിക്കുന്നു, നിങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. ആദ്യം ഞാൻ ഈ പ്രെയർ ലൈനിൽ കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ 3:30 മുതൽ 7 മണി വരെ ഞങ്ങൾ കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു അന്നൊരു 96 പേരുണ്ട്. അപ്പം ഓരോ 3:30 മുതൽ 4:30 വരെ, 4:30 മുതൽ 5:30 വരെ, 5:30 മുതൽ 6:30 വരെ, അങ്ങനെ 7 മണിയാകുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന തീരും. ഞാൻ 3:30 എണീച്ചു. ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ ഇങ്ങനെ മുഖം കഴുകുമ്പോൾ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു വലത്ത് കണ്ണിൻ്റെ കാഴ്ചയില്ല. അന്ന് രാത്രി ഞാനൊന്ന് തുമ്മിയായിരുന്നു. തുമ്മിയപ്പോൾ എനിക്കിങ്ങനെ ഒരു വിലക്കം പോലെ വന്നു. എൻ്റെ തലയൊക്കെ ഒരു മന്നത പോലെ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇനി ഉറക്കപ്പിച്ചായിരിക്കുമെന്ന് കണ്ട് മുഖമൊക്കെ കഴിയുമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കണ്ണ് എങ്ങനെ അടച്ചാൽ എനിക്ക് ഫുൾ ബ്ലാങ്കാണ്. ഞാനപ്പോൾ രാവിലെ എല്ലാ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടും കോർഡിനേറ്റ് ചെയ്തു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. രാവിലെ പോകാൻ ടിഫിനെല്ലാം നാസ്തയെല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ രാജാനോട് പറഞ്ഞു, അച്ഛൻ തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് അപ്പോയിൻമെൻറ്റ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. രാജൻ മറന്നുപോയി, ഇനി തിരിച്ചു വന്നു. തിങ്കളാഴ്ചയാണ് ഈ സംഭവം. വ്യാഴാഴ്ച എനിക്ക് സംഭവിക്കുന്നു. വെള്ളിയാഴ്ച ഞാൻ രാജനോട് പറഞ്ഞു. അപ്പോൾ ശനിയും ഞായറും വേണം, തിങ്കളാഴ്ചത്തേക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാജൻ അപ്പോയിൻമെൻറ്റ് എടുത്തില്ല, മറന്നുപോയി ഇങ്ങ് വരാൻ. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ല, ഇപ്പം നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തു, നാളത്തേക്കിന് വരാൻ പറഞ്ഞു.
പിറ്റേ ദിവസം 3 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഹോസ്പിറ്റലിൽ ചെന്നു. പക്ഷേ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ ബ്ലീഡിങ്, നമ്മൾ ഈ പൈപ്പിൽ നീഡിൽ കുത്തുമ്പോൾ എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ ഈ കണ്ണിൽ കൂടി ഇങ്ങനെ ബ്ലീഡിങ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവരൊരു 3-4 സ്കാനൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം പറഞ്ഞു ഈ ബ്ലഡ് എവിടോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അവർ പറഞ്ഞു, എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, 15,000 രൂപ, 3 ഇഞ്ചക്ഷൻ 3 ദിവസത്തേക്കിന് അങ്ങനെ എടുക്കണമെന്ന്. അപ്പം ഞാൻ മരുന്ന് ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഇതെന്താണെന്ന് കാര്യം അറിയാനാ ഞങ്ങൾ വന്നത്, ഞങ്ങൾ വീട്ടിൽ പോവാം, ഇഞ്ചക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്നു ഒരു 15 ദിവസം എനിക്ക് നല്ല BP ഉണ്ട്, 230, 150 ഒക്കെയാണ് എൻ്റെ BP-യുടെ ഇത്. അപ്പം ഇവിടെ വന്നു പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കണ്ണ് കാണത്തില്ല, ഈ ഒരു കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, ഇത് ഫുൾ ബ്ലാങ്ക്, നമ്മൾ ലൈറ്റൊക്കെ നോക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതുപോലെ ആണ് നമുക്ക് കാണുന്നത്. അങ്ങനെ മോന് മണക്കാലയിൽ നിന്ന് വന്നു കഴിഞ്ഞ ശേഷം അവൻ എന്നെയും കൊണ്ട് എൻ്റെ സഹോദരൻ്റെ മോന് MGM എന്ന ഒരു ഹോസ്പിറ്റലിൽ അവർ രണ്ടുപേരും കൂടെ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാൻ. അപ്പോഴും എൻ്റെ ഈ 15 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അവിടെ ചെക്കപ്പിന് സ്കാൻ ചെയ്യുമ്പോൾ ഈ ബ്ലീഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ആങ്ങളയുടെ മോനെയും റെനിത്തിനെയും ഡോക്ടർ വഴക്ക് പറഞ്ഞു, ഈ ദുനിയാവിൽ ഇങ്ങനത്തെ പിള്ളേരുണ്ടോ, അങ്ങനെ പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് തന്നെ പറയും, മമ്മിയുടെ വീട്ടിൽ റേഷൻ കാർഡുണ്ടോ? അവരോർത്ത് ഇനിയും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ 45,000 രൂപ 3 ദിവസം കൊണ്ട് അടയ്ക്കണ്ടേ, അവിടെയും 15,000 രൂപയോ ഒരു ഇഞ്ചക്ഷന്, 3 ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ പറഞ്ഞു, മമ്മിയുടെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മമ്മി റേഷൻ കാർഡ് കൊണ്ടുപോവാ, മമ്മിക്ക് ഒരു പൈസ പോലും ഈ ആവത്തില്ല, ഞാൻ എടുപ്പിക്കാം. ഞാൻ പറഞ്ഞു, മക്കളെ അതുകൊണ്ടല്ല, ഞാൻ 2 കിഡ്നിയും ഫെയിലായ ആ ഡോക്ടർമാരോടും എൻ്റെ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഞാൻ 2 കിഡ്നിയും ഫെയിലായ ഒരു വ്യക്തിയാണ്. അന്നു മുതൽ കർത്താവ് എന്നെ വിടുവിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇതുവരെയും വിടുവിച്ച ദൈവമാണ്. എൻ്റെ തലയിൽ ഫാൻ വീണതും എല്ലാം ആ ഡോക്ടറോട് പറയാനാണ്, എനിക്ക് മെഡിസിൻ വേണ്ട, ഞങ്ങളിനി പോന്നു. 6 മാസം കഴിഞ്ഞ് എൻ്റെ ഈ കണ്ണിന് ഇപ്പം വായിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, എന്നാൽ ആൾക്കാരെ കണ്ണാടി വെച്ചാൽ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ബൈബിളിൻ്റെ ഈ ഒരു കണ്ണും കൊണ്ട് മാത്രമേ ബൈബിൾ വായിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. എന്നാൽ ഈ കണ്ണിന് കാണാം, ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം അത്ഭുതകരമായി 2018 മുതൽ ഇതുവരെ അത്ഭുതകരമായി എന്നെ ദൈവം വിടുവിച്ചു. ശേഷം അതിനു മുമ്പ് ഒരു വിടുതൽ ഞാൻ മറന്നുപോയി. 2010 ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യൂട്രസിൽ 1.5 mm ഒരു മുഴ, എനിക്ക് ഭയങ്കര ബ്ലീഡിങ്. എന്നെ ഹോസ്പിറ്റലിൽ ഞാൻ അമ്മമാരെല്ലാം കൂടെ രാഴ്ചാനെ വിളിച്ചു, എന്നെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഞാൻ ഒരു മാസം പനവേലി വന്ന ആ വർഷം 1 മാസം ആ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്താണ്ട് ആ ഡോക്ടറിനൊക്കെ എന്നെ നല്ല പരിചയം, നല്ല ഇഷ്ടവുമാണ്. അപ്പം അവരെല്ലാം സ്കാനെല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്, പക്ഷെങ്കിൽ നിന്റെ BP ഇപ്പോഴും കൂടുതലായിട്ട് നിൽക്കുക, 230 ഉണ്ട്, താഴത്തെ 150 അതുകൊണ്ട് നീ ഇവിടെ ICUവിൽ 2 ദിവസം കിടക്കണം, ഇത് ഇമ്പ്രൂവ് ആക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനൊരു നേഴ്സല്ലേ, BP 8 വീട്ടിലുണ്ട്, ഞാനത് നോക്കി കൺട്രോൾ ചെയ്തോളാം, ഞാൻ മെഡിസിൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ വന്ന് 3-ാമത്തെ ദിവസം ഞാൻ രാജാനോട് പറഞ്ഞു, രാജ, അച്ഛാന പിന്നെ പാസ്റ്ററെ വിളിച്ചൊന്ന് പറ, എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, രാജാനൊന്ന് പറ. അങ്ങനെ ഞങ്ങളുടെ റെജിപാസ്റ്ററും കർത്താവിൻ്റെ ദാസിയും എൻ്റെ ആങ്ങളയുടെ മോനും എൻ്റെ ഭാര്യയും കൂടെ വന്നു. ഞാൻ എപ്പോഴും ബാത്റൂമിൽ ഇങ്ങനെ ഭാരത്തോട് നിൽക്കുക, അവർ വന്ന് തിണ്ണേലിരിക്കുക. ദൈവമേ, ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ ബാത്റൂമിൽ നിന്ന് കരയുവാൻ തുടങ്ങി. ഞാൻ അവിടുന്ന് വന്നു, കർത്താവിൻ്റെ ദാസനും അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ബാത്റൂമിൽ വെച്ച് തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു. ഞാനൊരു ഓപ്പറേഷന് എൻ്റെ മേൽ കത്തി വയ്ക്കുവാൻ എൻ്റെ നല്ല സർജനായ കർത്താവ് എന്നെ വിടുവിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വ്യാഴാഴ്ച രാവിലെ എൻ്റെ ചർച്ചിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്, ലൈഫ് ലൈനിൽ, ഇവിടെ പനവേലി ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ, അവിടെ ഞാൻ പാസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി
2 സോണോഗ്രാഫി ചെയ്തു. ആ സോണോഗ്രാഫി ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മുഴയുമില്ല. ആ ഡോക്ടർ പറയുകയാണ്, യുവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. ആ ആദ്യത്തെ സോണോഗ്രാഫിയും രണ്ടാമത്തെ സോണോഗ്രാഫിയും കൂടെ കണ്ട് അവർ അത്ഭുതം പറഞ്ഞു, എന്നാലും നിനക്ക് BP കൂടുതലാണ്, നീ BPക്ക് ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ പാഷും ഈ സൂസും സിസ്റ്ററും എല്ലാം എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഗുളിക അതാണ്. എൻ്റെ ഹൈ ആൻറ്റിബയോട്ടിക്സ് ആയ വചനമാണ് എൻ്റെ ഗുളിക. അതുകൊണ്ട് അതാണ് ഞാൻ കഴിക്കുന്നത് എന്നാണ് എൻ്റെ സാരം. ഞാൻ തിരുത്താൻ പോയില്ല. അങ്ങനെ അതിൽ നിന്നും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോന് പിന്നെയും അവന് പനിയും ന്യൂമോണിയ, ടൈഫോയിഡ്, മലേറിയ, ഇത് 3 കൂടെ വന്ന് ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ 10 ദിവസം കടന്നു. അവിടെയും ദൈവം അവനെ അത്ഭുതകരമായി വിടുവിച്ചു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ജൂലൈ മാസത്തിൽ പുള്ളിക്കും ഇതുപോലൊരു പനി വന്ന് എല്ലാ ലൈഫ് ലൈനിലാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. പനി പുള്ളിയുടെ കുറയുന്നതേ ഇല്ല. 105, 104 ഈ ലെവലിലാണ് പനി നിൽക്കുന്നത്. IV ഇഞ്ചക്ഷൻ പനിയുടെ കൊടുത്താലും ഈ കുറയുന്നില്ല. ഞാൻ ബാത്റൂമിൽ കൊണ്ട് ഈ ബക്കറ്റ് കാലിൽ വെക്കും, ദേഹമെല്ലാം വെള്ളം ഒഴിച്ച് തുടയ്ക്കും, എന്നാലും പുള്ളിക്ക് പനി കുറയുന്നില്ല. അങ്ങനെ 12 ദിവസം കാലിൽ ലാബിലേക്ക് നമ്മൾ 68,000 രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. എന്നിട്ടും അവർക്ക് ആർക്കും ഇത് മനസ്സിലായില്ല എന്താണെന്ന്. നമ്മൾ അനേക ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്, മെഡിസിനും എടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ഈ 12 ദിവസം എൻ്റെ പ്രിയപ്പെട്ടവന് യാതൊരു വിടുതലും ഇല്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ അവിടെ ഒരു ദിവസം ഞാൻ ഒരു ദർശനം കാണുക. പിന്നെ എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുന്നു. എൻ്റെ രാജാനെ ബോഡി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എൻ്റെ ഇളയ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് മാസ്റ്റർ എബ്രാഹിം യോഹന്നാൻ എന്ന് പറയുന്നത് കർത്തൃദാസൻ എൻ്റെ സഹോദരൻ, എൻ്റെ നേരെ മൂത്ത സഹോദരനാണ്. അപ്പം പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ ശുശ്രൂഷയ്ക്ക്. ബാക്കി കുറച്ച് ഹിന്ദുക്കളാണ് ഈ ഫ്യൂണലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഹിന്ദുക്കളുടെ ബോഡി വെച്ചേക്കുന്ന പോലെ ഈ ബോഡി വെച്ചേക്കുന്നു. അപ്പം ഞാൻ ദർശനം കാണുക. ഞാൻ അന്നേരം അങ്ങോട്ട് ചെന്നിട്ട് ഇതൊരു സ്പ്രിങ്ങിലിരിക്കുന്നുള്ളൂ, ഇത് നമ്മൾ വെക്കുന്നത് പോലെ വെച്ചിട്ട് ഞാൻ അനുജനോട് പറഞ്ഞു, നീ ശുശ്രൂഷിക്ക് എന്ന് പറഞ്ഞേച്ച് പുള്ളിയോട് പറഞ്ഞേച്ച് ഞാൻ അവിടേക്ക്, കർത്താവേ എൻ്റെ അവകാശത്തെ എനിക്ക് തിരിച്ചു തന്നേലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എളുപ്പം ഞാൻ ചാടി എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്ത് രാജാൻ എൻ്റെ കയ്യിൽ നിന്ന് പോവാണോ എന്ന് ഞാൻ ഭാരപ്പെട്ടു. ഞാൻ എന്ത് ചെയ്ത് രാവിലെ വന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. ICUലാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വന്ന് വെളിയിലിരിക്കുമല്ലേ, കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. ഞാൻ ഒരു ഫ്ലാസ്ക് നിറച്ച് കഞ്ഞോളവുമായി ആ കഞ്ഞോളം വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാതിരുന്ന ഉപസിച്ചേച്ച് ഞാൻ തന്നെ ഈ കഞ്ഞോളം പ്രാർത്ഥിച്ച് ഈ കഞ്ഞോളം ഈ ഫ്ലാസ്ക് നിറച്ചുള്ള കഞ്ഞോളം അരമണിക്കൂർ ഇടവിട്ട് കുറച്ച് കൊടുത്തു. ഈ വെള്ളം കുടിച്ച് തീർന്നപ്പോൾ രാജാന്റെ പനി കുറയുവാനിടയായി. ആ ഡോക്ടർമാർക്കൊക്കെ അത്ഭുതം കൂറുമാർ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെയും വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും കൊറോണ വന്നു. എനിക്കും മോനും 2 ദിവസമേ ഞങ്ങൾ കടന്നുള്ളൂ. ഞങ്ങൾക്ക് എളുപ്പമൊന്ന് എന്നാൽ രാജാൻ 28 ദിവസം കിടക്കേണ്ടി വന്നു പറഞ്ഞാൽ പുള്ളിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒരു മെഡിസിനും എടുക്കാൻ പറ്റത്തില്ല. പനിയാന്നേ കണ്ടിന്യൂ. പനിച്ചങ്ങോട്ട് ഹൈ ആയി കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ ബോഡി നമ്മൾ മോർച്ചറി വെച്ചേക്കുന്നത് പോലെ ബോഡി അങ്ങ് വളരെ ഭാരത്താൽ കഴിഞ്ഞു. അവിടെയും എൻ്റെ പ്രയർ ലൈനും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയിൽ അത്ഭുതകരമായ വിടുതൽ എൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം വെടിവെച്ചു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവനെ ആയാലും എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ആയാലും ദൈവം ഇതുവരെയും അത്ഭുതകരമായി വിടുവിച്ച് ഇന്നുവരെ ഞങ്ങളെ വിടുവിച്ച് ആ മഹത്വം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം മോന് 5-ാം വർഷത്തിലോട്ട് കയറുമ്പോൾ ആ ജൂലൈ മാസത്തിൽ എന്നെ ദർശനം കാണിച്ചതാ, ഞങ്ങൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. ഞാൻ ഓർത്ത് എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അതായിരിക്കും ആ അനർത്ഥമെന്ന് വിചാരിച്ചു. എന്ത് ദർശനം എന്നെ കാണിച്ചാലും
മോൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് അവനോട് പറയുമായിരുന്നു, അല്ലേ രായിച്ചാനോട്, ഇവരോട് രണ്ടുപേരോട് വാ, എന്നെ ദൈവം കാണിക്കുന്നത് ഞാൻ പറയുന്നത്. നമ്മളെ ദൈവം വെടിവിക്കും മോനെ. ദൈവം ഈ ആപത്തുകളൊക്കെ കാണിക്കുന്നത് നമ്മളെ വെടിവിക്കുവാൻ വേണ്ടിയാ. നീ ഭാരപ്പെടണ്ട ഈ ആപത്തിലും. അപ്പൊ ഞാൻ ഇത് കാണുന്നത്, എന്നെ ഇങ്ങനെ വിടുതൽ കണ്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ വിറച്ചോണ്ട് നിൽക്കുന്നു. വിടുവിച്ച ദൈവം ഞാൻ കണ്ടു. ഞാൻ വിടുവിച്ച് വെളിയിൽ വന്ന് നിൽക്കുക, പക്ഷെ എന്നെ ഇങ്ങനെ വിറയ്ക്കുന്നു. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങള് ഇവന് തിങ്കളാഴ്ച മണക്കാലയിലോട്ട് പോകണം. ഞായറാഴ്ച ഒരു ഫ്യൂണല്. ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അമ്പർനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഈ ഫ്യൂണലിന് പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് 9 മണിയായി. ഞങ്ങൾ മടങ്ങി വരുമ്പോൾ നമ്മുടെ വീടിന് തലോജ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു 4 സിഗ്നലിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ സിഗ്നലില്ലാതെ ഞങ്ങൾ അവിടെ കിടന്നു. മോനാ കാർ ഓടിക്കുന്നത്, പപ്പാപ്പുറത്ത് ഇരിപ്പുണ്ട്, ഞാൻ പുറകില്. നമ്മുടെ പിന്നെ അനീഷ് കാവാലത്തിൻ്റെ ഒരു പ്രസംഗം വെച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് കേട്ടോണ്ട് പുറകിൽ. എന്നോട് നേരം പറഞ്ഞു, മമ്മി പുറകിൽ കിടന്നു, ഇത്രയും ട്രാവൽ ചെയ്യുമല്ലയോ, മമ്മി പുറകിൽ കിടന്നു. അപ്പം ഞാൻ ഈ പുറകിൽ സീറ്റിൽ കിടക്കുക. ഇവര് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിഗ്നലിൻ്റെ അവിടെ വന്നപ്പോൾ കുഞ്ഞു പപ്പായോട് പറയുന്നു, പപ്പേ ഈ വണ്ടിയുടെ ലൈറ്റും നാളെ തന്നെ പപ്പ ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യണം, ഇതിൻ്റെ ബ്രേക്കിനും എന്തോ ഒരു പ്രശ്നം ഉണ്ട്, അതും പപ്പ നാളെ ചെയ്യാൻ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വർത്താനം പറയുന്നു. ഇടയ്ക്ക് ഇത്രയും കാര്യം പറഞ്ഞു ആ സിഗ്നലിൻ്റെ അവിടെ വെച്ച് തന്നെ. അപ്പം ഞങ്ങൾ ഈ പ്രസംഗം കേട്ടോണ്ട് ഞാൻ അവിടെ കിടക്കുക. അപ്പോൾ സിഗ്നൽ ഓപ്പണായി. കുഞ്ഞു വണ്ടി എടുത്തു നമ്മുടെ ഈ സിഗ്നൽ ഇപ്പോഴത്തെ ഡിവൈഡറിലോട്ട്. ഇവൻ എങ്ങനെയാണ്, കണ്ണ് ലൈറ്റിൽ അടിച്ചതാണോ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. വലിയൊരു ശബ്ദം കേട്ടാണ് ഒരു ഇത്രയും കളറുള്ള ഒരെണ്ണം അവിടെ നമ്മൾ ഈ ഏറുമാടത്തെ വണ്ടി കയറിയിരിക്കുന്നത് പോലെ ഈ വണ്ടി അതിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് ചാടി കയറി ഈ ഡിവൈഡർ ഇതിലോട്ട്. അതിൻ്റെ നമ്മുടെ ഈ പച്ച പുല്ലൊക്കെ കത്തിക്കുമ്പോൾ എങ്ങനെ ഒരു പച്ച കളറിലല്ലേ മേളിലോട്ട് പോകുന്നത്, അങ്ങനെ ഫ്രണ്ടിലെ അതിൻ്റെ എല്ലാ സകല സാധനവും അങ്ങ് ഇതായി. തീ കത്തിയില്ലെന്നേ ഉള്ളൂ, പുകയെല്ലാം കൂടെ അതിലോട്ട് വലിയൊരു ശബ്ദം കൊണ്ട് ബോംബ് പൊട്ടുന്ന പോലെ ഒരു ശബ്ദവും കേട്ടു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇതോടുകൂടി ഇതിൻ്റെ സീറ്റിൻ്റെ ഇടയിൽ അങ്ങ് താഴെ വീണ് അവിടെ കിടക്കുക. അപ്പം ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു. ഇവർ രണ്ടും വെളിയിലിറങ്ങി. ഇവരിറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓർത്ത് ഇവർ രണ്ടും നഷ്ടപ്പെട്ടു പോയി, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളെന്നാണ്. ഞാൻ രാജാനെ വിളിച്ചിട്ട് അവരും അനുകയില്ല, മോനെ വിളിച്ചിട്ട് കുഞ്ഞും കേൾക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് അപ്പോഴത്തേന് എൻ്റെ ബോധം പോയി. എന്നിട്ട് ഇവർ എല്ലാവരും കൂടെ വന്നു. ഇവരിറങ്ങുന്നതൊന്നും ഞാൻ കണ്ടില്ല. ഇവരിറങ്ങിക്കഴിഞ്ഞാൽ അവരാ ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം മോൻ പറയുന്നു എൻ്റെ മമ്മി ഉണ്ടെന്ന്. അപ്പം എൻ്റെ മമ്മി ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ കാതിൽ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ കുഞ്ഞ് എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം. എളുപ്പം ഇവൻ എന്നെ ഞാൻ കണ്ട ദർശനം പോലെ എന്നെ ഇങ്ങനെ വറയ്ക്കുക. ഞങ്ങളുടെ പാസ്റ്ററും വിശ്വാസികളും എല്ലാം വന്നു. ആ വണ്ടി കണ്ടാൽ അവിടെ നിന്ന് ട്രാഫിക് പോലീസ് പറയുക, ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഇതുപോലൊരു അപ്പനും മോനും ഒരു മാതാവും കൂടെ യാത്ര ചെയ്ത് അവർ 3 പേരും ഈ സമയത്ത്, ഈ കറക്റ്റ് സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന്. അപ്പം നമ്മുടെ ദൈവം അഗ്നിയിലും ഇറങ്ങി വന്ന് അപകടത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമെന്ന് അവിടെയും ഞങ്ങൾക്ക് കാണുവാൻ മനസ്സിലായി. ദൈവം ഇതുവരെയും അത്ഭുതകരമായി അതിശയകരമായി ദൈവം ഞങ്ങളെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ഓരോ ദിവസവും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം സമയം ഇവിടെ ചെലവഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ പ്രവർത്തനത്തെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ ഇങ്ങനെയൊരു അവസരം കർത്താവിൻ്റെ ദാസൻ എനിക്ക് തന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലുമാണ്. ശേഷമുള്ള സമയവും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്നാണ് എൻ്റെ സാക്ഷ്യം. കർത്താവിൻ്റെ ദാസി ജെയിനി രാജുവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങള് നടത്തിയ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാനിടയായി തീർന്നു ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യം മുതൽ മാതാവ് നഷ്ടപ്പെട്ടതായ ആ കാലം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള എല്ലാ ജീവിതത്തിലെ ഓരോ വേദനാജനകമായ അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ കരം കൂടെയിരുന്ന് ദൈവം അത്ഭുതകരമായി വഴി നടത്തുവാനിടയായി തീർന്നല്ലോ. നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ
ആ മർത്തോമ പശ്ചാത്തലത്തിൽ നിന്നും ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്ത ആ വഴികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് സൗഖ്യമാരോഗ്യം ദീർഘായുസ് തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ, കിഡ്നി രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്ന ആ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ പാന് തലയിൽ വീണ ആ ഒരു സംഭവത്തെക്കുറിച്ചും ഓർപ്പിക്കുകയുണ്ടായല്ലോ. പിന്നീട് ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളെക്കുറിച്ചും കേൾക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ സാന്നിധ്യവും കരുതലും അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെ ദൈവം പിന്നെ സൗഖ്യത്തോട് ആരോഗ്യത്തോട് നിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ, സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ഉണ്ടായിരിക്കാം. എന്നാൽ നാം കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, അടുത്തറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ഈ ആയുസ് അത് ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ നമുക്കൊരു നിമിഷം ആമേൻ ദൈവസന്നിധിയിൽ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഈ കേട്ടതായ ഈ നല്ല അനുഭവങ്ങൾ, സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവവരങ്ങളെ ഫലമിപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരെയും ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെയിനി രാജു ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, ഈ നല്ല മനോഹര സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യാല് ഇങ്ങനെയൊരു അവസരം സ്വർഗത്തിലെ അപ്പച്ചൻ അയോമ ടീം മൂലം, കർത്തൃദാസൻ മൂലം ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ ദൈവം തന്ന ഈ പകൽക്കാലത്തിനായി സ്തോത്രം. കർത്താവിന് ദാസിനെയും കുടുംബത്തെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. താൻ മുഖാന്തരം ഹല്ലേലൂയ അനേക രാജ്യങ്ങളില് ഭൂമിയുടെ അറ്റത്തോളം അനേകരുടെ സാക്ഷി ഇതിൻ്റെ ആരംഭ നിമിഷം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ തൻ്റെ അനുഭവങ്ങളെ പങ്കുവെച്ച ഓരോരുത്തരും കർത്താവിന് വേണ്ടി, അനേകർക്ക് വേണ്ടി പ്രയോജനമാകുവാൻ സ്വർഗം ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അനേക ജീവിതങ്ങളെ മാറ്റിമറിച്ച അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇതുവരെയും കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അതിന് മുഖാന്തരം കർത്താവിൻ്റെ ദാസനും കുടുംബവുമാണല്ലോ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഓരോരുത്തരോടും ആവശ്യമായ ബുദ്ധിയും കഴിവും ആരോഗ്യവും ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും, അവരുടെ കുടുംബത്തെയും അവരുടെ തലമുറയെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും പ്രാണപ്രിയനെ മാത്രം നോക്കിക്കൊണ്ട് ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിൽ എന്ന പോലെ, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിൽ എന്ന പോലെ കൃപ പകരുവോളം അയാൾ ദൃഷ്ടി മറയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവാനുള്ള കൃപ എൻ്റെ ഭക്തന്മാർക്ക് കർത്താവ് കൊടുക്കണമേ. കർത്തദാസനെ അനുഗ്രഹിക്കുമാറാകണമേ. ആവശ്യമായ എല്ലാ നന്മ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ശുശ്രൂഷയെ മാനിക്കണമേ കർത്താവെ. ഇനി അനേക ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ദാസനെ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ സാക്ഷി പറഞ്ഞ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഓർക്കുന്നു. ഇനിയും പറയുവാനുള്ളവരെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും അനുഭവം അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നതെന്ന് ജനം മനസ്സിലാക്കുവാൻ, ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തവരത് അറിയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ഹല്ലേലൂയ കർത്താവെ, എസ്തേർ ശൗമേലിനെയും ഓർക്കുന്നു കർത്താവെ. താൻ മുഖാന്തരമാണല്ലോ അടിയന് കർത്താവിൻ്റെ ദാസനിൽ കൂടി ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. അവരെയും കുടുംബത്തെയും തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇനിയും അനേക ആളുകൾ കടന്നു വന്ന് സാക്ഷി പറയുവാൻ ദൈവമിടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സകലതും ഉചിതവും ചന്തമായി ചെയ്തു തന്നതിനായി സകല മാനവും മഹത്വവും അപ്പച്ചൻ അർപ്പിക്കുന്നു കർത്താവെ. സമ്പൂർണമായി അടിയങ്ങളെയും കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു, ദൈവഹിതത്തിന് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇതുവരെ നടത്തിയതിനായി സ്തോത്രം. മുന്നോട്ടും ദൈവകൃപയിൽ ഞങ്ങളെ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെയിനി രാജു. ഇത്രത്തോളം സമയം ആമേൻ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടിയായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com